നമ്മൾ പലപ്പോഴും പലതരത്തിൽ യാത്ര ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പം വിമാനം, അല്ലെങ്കിൽ കപ്പൽ, കാറ്, ബസ്, ട്രെയിൻ എന്ന് വേണ്ട അങ്ങനെ ഡിഫറെൻറ്റ് ലോട്ട്സ് ഓഫ്. പക്ഷേ ഞാൻ ഇന്ന് ഒരു യാത്ര പോവുകയാണ്, ചെറിയ യാത്ര. പക്ഷേ ആ യാത്രയുടെ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ യാത്ര പോകുന്ന ആ ഒരു വാഹനം അതൊരു ഡിഫറെൻറ്റ് വാഹനം തന്നെയാണ്. ഇംഗ്ലണ്ടിൽ ഓൾ ഓവറായിട്ട് പണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് വളരെയധികം അവർ കുറച്ചിരിക്കുകയാണ്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് ഒതുങ്ങിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു വാഹനത്തിൻ്റെ പേര് ട്രാം എന്നാണ്. ഈ ട്രാമിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സിമിലർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ട്രെയിനുമായിട്ട് സിമിലറാണ്, പക്ഷേ ട്രെയിൻ അല്ല. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ ഒരു ചെറിയ ബോഗിയുടെ അത്രയും പോലും വലിപ്പം ഉണ്ടാവില്ല ഈ ട്രാമിന്. പക്ഷേ അതോടൊപ്പം തന്നെ ട്രെയിൻ പാളത്തിൽ കൂടെ പോകുന്നത് ഇത് പാളത്തിൽ കൂടെ തന്നെയാണ്. പക്ഷേ ഇതിന് വേണ്ട ഡിഫറൻസ് എന്താ, മെയിൻ സിറ്റിയുടെ നടുക്കൂടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു യാത്ര. എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, നമ്മുടെ ട്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. എന്തായാലും ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വാലങ്കൽ. അപ്പോൾ നമ്മൾ ഈ ട്രാമിലേക്ക് പോകുന്നത് ഇവിടെ നോട്ടിംഗ്ഹാംഷെയർ കൗണ്ടിയിലുള്ള ആ ഒരു പോർഷനിലേക്കാണ്. അതായത് ആ സ്ഥലത്തിൻ്റെ പേര് ഹക്കനൽ എന്ന സ്ഥലമാണ്. ഹക്കനൽ എന്ന സ്ഥലം എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കയറുക, സിറ്റി സെൻറ്റർ വരെ പോകും. അതായത് നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്റർ വരെയാണ്. അവിടുന്ന് നേരെ തിരിച്ചു. സോ ഇതിൻ്റെ ഇടയ്ക്ക് പല സ്റ്റോപ്പുകളുണ്ട്. വളരെ ഈസി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ട്രാം എന്നുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം പോകേണ്ടത് ഹക്കനൽ എന്ന ആ ഒരു സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അത് വലിയ സിറ്റി അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം തിരക്കുള്ള ചെറിയ ഒരു ടൗണിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വലിയ പോസ്റ്റുകൾ കാണാം. അത് ലൈറ്റ്, അതായത് സ്ട്രീറ്റ് ലൈറ്റ്. പക്ഷേ അതിനൊരു സിമ്പൽ കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള എല്ലാ റോഡുകളും 30 മൈൽ അവർ മാത്രം പോകേണ്ട, അതായത് 30 മൈൽ സ്പീഡ് കൂടാൻ പാടില്ല എന്നുള്ള നിയമമാണ്. നിരവധി രണ്ട് സൈഡിലുമായിട്ട് നിങ്ങൾക്ക് കാണാം. അതാണ് സിമ്പൽ. പ്രത്യേകിച്ച് എഴുതി വെക്കണ്ട. ഇനി എഴുതി വെക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം 30 മൈൽ എന്നുള്ളത് അവർ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 40 ഒക്കെ ആയിട്ടും നമുക്ക് പോകാമെങ്കിൽ അവരവിടെ എഴുതി വെക്കും ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും. അതല്ല എങ്കിൽ ഇങ്ങനെ പോസ്റ്റ് രണ്ട് സൈഡിലും കണ്ടാൽ 100% 30 മൈൽ സ്പീഡ് കൂടുതൽ കൂടാൻ പാടില്ല. കൂടിയാൽ പിന്നെ നമ്മൾ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ട്രാമിൻ്റെ സ്റ്റേഷനിലെത്തി. പക്ഷേ ഇവിടെ മുഴുവൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡിൽ ഒരുപാട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ആൾക്കാർ കാറ് പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാറൊന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുകയാണ് ആദ്യത്തെ നമ്മുടെ കടമ്പ. എന്തായാലും നമുക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യാം. നമ്മൾ ഈ ഒരു സ്റ്റേഷനിൽ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ്. നമ്മൾ നേരെ തന്നെ ഇതാ ഇവിടെ കിടക്കുന്ന അതാണ് നമ്മുടെ ട്രാമ്പ്. ഞാൻ അടുത്തേക്ക് കൊണ്ടുവരാം. എന്താ ഒരു ട്രെയിൻ പോലെ, ഒരു ഒറ്റ ബോഗി പോലെ കിടക്കുന്നതാണ് ട്രാമ്പ്. ഇനി അതിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേക ഒരു മെഷീനുണ്ട്. ആ മെഷീനിലേക്ക് നമുക്ക് പോകാം. ഇതാകാണെന്നാണ് ട്രാമ്പ് നമ്മൾ പോകുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ ഇതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ടിക്കറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 4 പൗണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 400 രൂപയോളം വരും. അത് വലിയ എക്സ്പെൻസ് അല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് വളരെ പെട്ടെന്ന് സിറ്റിയിലൊക്കെ പോയിട്ട് വരാം. ഞാൻ കാണിച്ചു തരാം. കാരണം സിറ്റിയിൽ പല വഴി കൂടെ നമ്മൾ കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയമെടുക്കും. എന്തായാലും അത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അത് ഒരു യാത്ര പോകാൻ പറ്റും. ട്രാമ്പിനെ അടുത്ത് കാണാൻ വേണ്ടി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗിയൊക്കെ നമുക്ക് തോന്നാം. സത്യം പറഞ്ഞാൽ ഒരു അല്പം കൂടെ നമുക്ക് അടുത്തറിയാൻ വേണ്ടി ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അവിടുത്തെ ഇപ്പോൾ നല്ല ലോ ഫ്ലോർ ബസ്സുണ്ട്. ആ ബസ്സിൻ്റെയൊക്കെ ഒരു മോഡൽ, പക്ഷേ ഒരു അല്പം കൂടി വലിപ്പമുള്ളതാണ് എന്ന് മാത്രം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക്കാണ്. ഈ ഒരു നമ്മുടെ സാധാരണ ഇലക്ട്രോണിക് ട്രെയിനൊക്കെ പോകുന്ന ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാളമായാലും ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ ഒരു രീതി അല്ലെങ്കിൽ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നത്, നമുക്ക് എല്ലാ ടൗണിൻ്റെ നടുക്കൂടി അല്ലെങ്കിൽ അതും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ ടൗണിൻ്റെ നടുക്കൂടി, അതായത് നമ്മുടെ മെട്രോ പോകുന്ന പോലെയല്ല, ടൗണിൻ്റെ നടുക്കൂടി സെപ്പറേറ്റ് ഒരു ചെറിയൊരു ട്രാക്ക് മാത്രമേ കാണുകയുള്ളൂ നമ്മുടെ ടൗണിൻ്റെ അകത്തുള്ള റൂട്ടിൽ. അപ്പോൾ ഞാനിതിൻ്റെ ഇതാണ് അകത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ
കിടക്കുന്ന നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയ ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മെട്രോ പോലെ എന്ന് പറയാം. പക്ഷേ മെട്രോ അല്ല. ഇതിൻ്റെ ഡോറൊക്കെ എന്ന് പറയാൻ നമ്മൾ നേരത്തെ നമ്മുടെ മെട്രോ പോലെ തന്നെയുള്ള ഓട്ടോമാറ്റിക് ഡോറുകളാണ്. പിന്നെ ഈ സമയമാണ്, ഇതിപ്പോൾ 10 മണി കഴിഞ്ഞു, അതുകൊണ്ട് അധികം തിരക്കില്ല. പിന്നെ എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിനോ നമ്മുടെ നാട്ടിലെ പോലെ വലിയ തിരക്കുണ്ടാകത്തില്ല. ഇതാണ് പുറത്തെ കാഴ്ചകൾ. എന്നാലും ഇപ്പോൾ ഒരു സ്ത്രീ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കറ്റ് മെഷീനിൽ നിന്ന് എടുക്കുന്നത് നമ്മളെടുത്ത പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു ബസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരിക്കും ഇച്ചിരി അനുയോജ്യമായിട്ടിരിക്കുന്നത്. കാരണം ഒരു ട്രെയിനിൻ്റെ അകത്ത് ഉള്ള ഫെസിലിറ്റീസ് ആണോ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് കണ്ടിട്ട് തോന്നുന്നു നമ്മുടെ സാധാരണ ഒരു ബസ്സിൻ്റെ അകത്തുള്ള ഫെസിലിറ്റി പോലെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി സീറ്റുകളാണ് മൊത്തം. അപ്പോൾ എന്തായാലും ഏതാനും മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ട്രാമ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നാലും ഞാനും ഒരു ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ട്രാമ്പിൽ കയറുന്നത്. അത് പറഞ്ഞ ഈ വീഡിയോ പർപ്പസും അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു ആവശ്യമായിട്ട് സിറ്റി പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോ ഞാൻ അങ്ങനെ പങ്കുവെക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രാമ്പ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-35 ആ ഒരു സ്പീഡ് ലിമിറ്റിലേക്ക് വരും. ഇപ്പം നമ്മളൊരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു സ്റ്റേഷനിൽ 1-2 പേര് ഇവിടുന്ന് കയറും. അതിനുശേഷം ഒരു 2 മിനിറ്റ് പോലും നിർത്തുന്നില്ല. അത് ഇപ്പം തന്നെ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ തനി ട്രെയിനിൻ്റെ ഒരു സിസ്റ്റം തന്നെ. ഇതിപ്പം ഈ സ്റ്റേഷനിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഡ്രൈവർ ചെയ്യുന്നത്. സോ നമ്മുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡ്രൈവർ പോലെ ബസ് ഡ്രൈവർ പോലെ തന്നെ നമുക്ക് പറയാം. എന്നാലും ഏതെങ്കിലും നോയ്സ് ഒരല്പം കൂടുതലുണ്ട്. ഈ ഒരു നമ്മൾ ഈ എഞ്ചിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം നോയ്സ് കൂടുതലുള്ളത്. എന്നാലും ഇതിൻ്റെ ഒരു നമുക്ക് തന്നെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് പോർഷനും ശരിക്ക് ഗ്ലാസ് ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ. അതായി കാണാൻ ഇത്രയും പോർഷനും ഫുൾ ഗ്ലാസ് കൊണ്ട് തന്നെ കവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ വളരെ എളുപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തന്നെ മറ്റൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 2ാമത്തെ സ്റ്റേഷനാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഏത് സ്ഥലത്ത് എത്തിയെന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത് ഈ ബോർഡിൽ. ഇത് നമ്മുടെ സാധാരണ ട്രെയിനിലൊക്കെ ഉള്ള പോലെ തന്നെ ദിസ് ഈസ് മോർ ബ്രിഡ്ജ് എന്നുള്ള സ്ഥലമാണ്. അതാണ് ഇവർ കാണിക്കുന്നത്. കാരണം ഓരോ സ്റ്റേഷനും ഇത് തന്നെ നേരത്തെ അഡ്വാൻസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റേഷൻ്റെ പേര് എഴുതി കാണിക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ ഡ്രൈവറുടെ ക്യാബിന് അവിടെ തന്നെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഡ്രൈവറെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല. 3ാമത്തെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എത്ര സ്റ്റേഷനുണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റേഷനും കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം എത്ര സ്റ്റേഷനുണ്ട് നമുക്ക് ഈ പറഞ്ഞ നോട്ടിംഗ്ഹാം സിറ്റിയിലെന്നുള്ള കാര്യം. ഇതാണ് വഴിയിലെ കാഴ്ചകൾ. എന്നാലും നമുക്ക് ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ട്രെയിനിനേക്കാളും കംഫർട്ടായിട്ടുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കാരണം അതിന് മാത്രമുള്ള കുലുക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത് ഒരു ടൗണിൽ കൂടെ തന്നെ ട്രെയിനൊക്കെ പോകുകയാണെങ്കിൽ അതിന് നമുക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട് നമുക്കറിയാം. എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്ന രീതി. എന്നാലും അങ്ങനെയല്ല, ഇത് ടൗണിൽ കൂടെ തന്നെ ഉള്ള ഒരു ട്രാവലിംഗ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടൗണിൽ സെൻറ്ററിൽ കൂടെയാണ്. കാരണം ഇപ്പം ഇത് ഓടുന്ന ഇവിടെ ഈ റോഡിൽ ഈ സൈഡിലെ റോഡ് മെയിൻ റോഡാണത്. നമുക്ക് അതിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. മെയിൻ റോഡിൽ ഒരു നടുക്കൂടെയുള്ള ഒരു ട്രാക്കിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടൗണിലുള്ള ഇതുപോലത്തെ ടിക്കറ്റ് സെൻറ്റർ വഴിയാണ് ആൾക്കാർ ടിക്കറ്റ് എടുക്കുക. അതുപോലെ നേരെ ട്രാമ്പിൽ കയറുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ടൗണിൽ കൂടെയാണ് ഈ ഒരു യാത്ര.
ഇപ്പോൾ ഈ വളരെ ഇടുങ്ങിയ ഒരു റോഡിൽ കൂടിയാണ് പോകുന്നത്. കാരണം രണ്ട് സൈഡിലും വീടാണ്. ഇതായി കാണുന്ന വീടുകൾ, റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകൾ നിരന്നിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിലുമുണ്ട്. അതിന് നടുക്ക് സാധാരണ വണ്ടികൾ, കാറിന് പോകാനുള്ള റോഡിൻ്റെ നടുക്കൂടിയാണ് ഈ ഒരു ട്രാക്ക് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പോകുന്ന സമയത്ത് വേറെ വണ്ടികളൊന്നും പോകില്ല. അതാ വണ്ടി കിടക്ക് നിർത്തി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡിൽ ഈ സമയത്ത് വേറെ വണ്ടികൾ വരാൻ പാടില്ല. അപ്പോൾ ഇത് പോയ ശേഷം മാത്രം ഒരു ട്രെയിനിൻ്റെ സിസ്റ്റം പോലെ തന്നെ ബാക്കി കൂടെ വണ്ടികൾ വന്നിരിക്കും. പക്ഷേ ഇത് ഒരു അല്പം ഡേഞ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്തൂടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല ഒരു സീനറി തന്നെ നിങ്ങൾക്ക് കാണാം. മുഴുവൻ മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. പക്ഷേ ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസ് പോകുന്ന അല്ലെങ്കിൽ കാറ് പോകുന്ന ആ ഒരു റോഡിൻ്റെ മധ്യത്തൂടെ തന്നെയാണ് ഇതിൻ്റെ ഒരു ട്രാക്ക്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ട്രാം പോയ ശേഷം പുറകെ ആയിരിക്കും നമ്മൾ ട്രാഫിക് സിഗ്നൽ കിട്ടിയ ശേഷം സാധാരണ കാറൊക്കെ വരുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സിഗ്നലില്ല. നമ്മളൊരു കടയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ സിഗ്നൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആൾക്കാർ പലപ്പോഴായിട്ടും ആ സിഗ്നലോ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ തന്നെ കടക്കുമ്പോഴത്തേന് പലപ്പോഴും ട്രാം ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടികളെ ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലണ്ടൻ ടൗണിലൊക്കെ ഒരുപാട് ട്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ പിള്ളേരെ കാണാം. ഇതാ യൂണിവേഴ്സിറ്റിയുടെ വലിയ ഒരു കെട്ടിടം. ഇപ്പോൾ കാണുന്ന സിറ്റിയുടെ മറ്റൊരു പോർഷനാണ്. നമ്മൾ സിറ്റിയിലേക്ക് എത്തിയില്ല പൂർണ്ണമായിട്ടും. സിറ്റിയുടെ മറ്റൊരു പോർഷനാണത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഓടുന്ന ഈ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റി സെൻറ്റർ നാട്ടു റോഡാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഇതാണ് ഞാൻ വന്ന ട്രാമ്പോ. ഞാൻ ഇവിടെ ഇറങ്ങി, ഈ സിറ്റി സെൻറ്ററിൽ ഇറങ്ങി. കാരണം ഇതാണ് നിങ്ങൾക്ക് അടുത്ത് കാണാനുള്ള കാഴ്ച, ബെസ്റ്റ് കാഴ്ച. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം വളരെ ഈ സിറ്റി സെൻറ്ററിൽ തന്നെ ഈ പോർഷൻ ഞാൻ ഇറങ്ങിയതിൻ്റെ കാര്യം വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ സിറ്റി സെൻറ്ററിലോട്ട് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും നിങ്ങൾ ആ ഒരു ട്രാമിൻ്റെ ഒരു കാഴ്ച കണ്ട് കാണും. വളരെ ചെറിയൊരു ട്രെയിൻ എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ അകത്ത് ബസ്സിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ അത് കൂടുതൽ ഫെസിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എൻ്റെ ബാക്ക് സൈഡ് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന മനോഹരമായ ഈ ടൗണിൻ്റെ മധ്യത്തിലൂടെ നല്ലൊരു കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, ഒരു നല്ല വാട്ടർ ഫൗണ്ടൻ തന്നെയാണ്. എന്നാൽ ഞാനത് കൂടുതലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടു നോക്കുക ഈ കാഴ്ച. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നഗരത്തിൻ്റെ മധ്യഭാഗത്താണ്. ഇത് ലണ്ടനൊന്നുമല്ല, ഇത് നോട്ടിംഗ്ഹാം എന്ന് പറഞ്ഞ ഒരു വലിയ സിറ്റി. എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലെ 4ാമത്തെ വലിയ സിറ്റിയാണെന്ന് തോന്നുന്നു. ആ ഒരു സിറ്റിയുടെ നടുക്കത്ത് നിന്നുള്ള സെൻട്രൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. സത്യം പറയാം, ഫ്രീ ഉള്ള സമയത്തൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചേഞ്ചൊക്കെ ആവാം, ഒരു കുഴപ്പം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ സാധിക്കുള്ളൂ, വരുന്ന മുന്നോട്ടുള്ള സമയങ്ങൾ നമുക്ക് പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ തണുപ്പ് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ ഇപ്പോൾ അടുത്ത മോമെൻറ്റ്. പക്ഷേ മുന്നോട്ട് ചെല്ലും തോറും വളരെയധികം തണുപ്പ് കൂടും. അന്നേരമൊക്കെ നമുക്ക് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത് വളരെ പാടായിരിക്കും. വേണമെങ്കിൽ നടക്കും എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ കാണുന്ന ഇത് സിറ്റി സെൻറ്ററിലുള്ള വലിയ ഒരു ടൗൺ ഹാളാണ്. സത്യം പറഞ്ഞാൽ വളരെയധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. എന്നാലും ഈ സിറ്റി സെൻറ്ററിനോട് ചേർന്ന് തന്നെയുള്ള ഇത്രയും വലിയ ഈ ഒരു ഹാളിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ സാധാരണ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ടൗൺ ഹാളുകൾ നടക്കുന്ന പോലത്തെ തന്നെ ഫങ്ഷൻസ് ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണുന്നത് ഈ റോഡിൽ കാണുന്ന ഇതാണ് നമ്മൾ ട്രാമിൻ്റെ എന്താണ് നമ്മുടെ ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ഇവിടെ ഒരു ട്രാമ്പ് പോകാൻ വേണ്ടി കിടപ്പുണ്ട്. അത് പോകുന്നത് ഇതുപോലുള്ള മെയിൻ റോഡിൽ കൂടെ തന്നെയാണ്. ഈ റോഡിൽ കൂടെ തന്നെയാണ് സാധാരണ കാറ് അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങളും പോകുന്നത് എന്ന് മാത്രം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഡേഞ്ചറസ് ആണ് എന്ന് പറയാൻ കാര്യം. ട്രാമ്പിൻ്റെ ഈ ട്രാക്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഇത് മറ്റൊരു ഡേഞ്ചറസ് ആയ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പം നോർമലായിട്ടുള്ള ട്രാമ്പിൻ്റെ ആ ഒരു സ്പീഡ് കുറച്ച് അവർ അത് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ ടൗൺ ഈ സെൻറ്ററിൽ നിന്ന് ഞാനൊരല്പം മാറുകയാണ് ഒരു ചേഞ്ച് ആയിക്ക് വേണ്ടി. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടില്ല. എനിവേ എന്തായാലും ഈ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ മാറുന്നു. കാരണം നിങ്ങളും ഇപ്പോൾ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി മറ്റൊരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാം.
ഈ വാട്ടർ ഫൗണ്ടൻ്റെ ആ ഒരു മേക്കിംഗ് അതെങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടുന്ന് കാണാം. ഈ ഒരു ഓരോ ഹോളിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ ഹോളിൻ്റെ ഒരു ഡിഫറൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ തിക്നെസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയല്ലേ കാഴ്ചകൾ. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോർഷനിലേക്ക് ഞാൻ എത്തുന്ന ഇപ്പോൾ ഇത്രയും അടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം ഈ ഒരു സിറ്റി സെൻറ്ററിന് നടുക്ക് അല്ലെങ്കിൽ ഈ ഫൗണ്ടൻ്റെ അടുത്ത് നമ്മൾ ചിലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയപോലെ തന്നെ ഞാനും ഒരു അല്പം ഹാപ്പിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും ഞാനും സിറ്റിയുടെ മറ്റൊരു സെൻറ്ററിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഈ ട്രാം വരുന്ന ഈ ഒരു പോർഷൻ ഞാനും ക്രോസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇരു സൈഡും നോക്കി വേണം പോകാൻ. അതുകൊണ്ട് മറ്റൊരു കാറ് വരുന്നത്, ട്രാമ്പ് പോകുന്ന സെയിം ട്രാക്കിൽ തന്നെയാണ് ആ ഒരു കാറ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ ആ പൗണ്ട് ലാൻഡിൽ ഇറങ്ങി. ഇത് മറ്റൊരു തുണിക്കടയാണ്, അതായത് വലിയൊരു ടെക്സ്റ്റൈൽസാണ്, പ്രൈമാർക്ക് എന്നാണ് പേര്. കാരണം ഇത് യൂറോപ്പിലാകമാനം നിരവധി ബ്രാഞ്ചുകളുള്ള വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു കടയിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ കമ്പനിയിലേക്ക് ഡ്രസ്സുകൾ എത്തുന്നത് കുറേയൊക്കെ നമ്മുടെ തിരുപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നൊക്കെ അവിടെ ഇവർ പറഞ്ഞിട്ട് തന്നെ പല കേന്ദ്രങ്ങളും മേക്ക് ചെയ്യുന്നതിന് ശേഷം ടാഗ് അടിച്ച് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ, തിരുപ്പൂർ എന്ന് വേണ്ട തുണി നിർമ്മാണ കേന്ദ്രങ്ങളിലെ പല കേന്ദ്രങ്ങളിലും ഇവർ ഓർഡർ കൊടുത്താണ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ സാധിക്കും. ഇതിലൊക്കെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കാശ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ജീൻസ് മേടിക്കുന്നു. അതൊന്ന് കീറി കഴിഞ്ഞാൽ നമ്മൾ ഇടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ജീൻസുകൾ എന്ന് പറഞ്ഞാൽ അതിന് മനോഹരമായ രീതി അല്ലെങ്കിൽ രസമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. വാങ്ങിക്കുക നല്ല ജീൻസുകൾ, കീറിയ ജീൻസുകൾ ഓൾറെഡി തന്നെ നമ്മൾ മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അതുകൊണ്ട് ഇത് വലിയൊരു കീർച്ചയാണ് ഇവിടെയുള്ളത്. ഇതിന് വില എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഏകദേശം 22 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2200 രൂപയോളം. അതായത് ഇത്രയും രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ കീറിയ ഒരു ജീൻസ് മേടിക്കാൻ, സത്യം പറഞ്ഞാൽ ഇതൊരു ഫാഷനാണ്. നമ്മൾ ഈ ഒരു ഫാഷനെ ബഹുമാനിക്കുക തന്നെ വേണമെന്ന് പറയാം. ഇതിന് പലതരത്തിലുള്ള വേറെ കളർ കൂടി പോയ വേറെ ടൈപ്പ് ഓഫ് കീറൽ എന്ന് വേണമെങ്കിൽ പറയാം, പിഞ്ചി കിടക്കുന്ന രീതി. അങ്ങനെ ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ടൈപ്പ് ഓഫ് ജീൻസാണ്. ഇതിന് രസമെന്ന് വെച്ചാൽ പല കളറിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീറൽ എന്ന് വേണമെങ്കിൽ ചുമ്മാ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ്. അതായത് പലതരത്തിൽ കളറ്, പലതരത്തിലുള്ള കീറൽ ഒക്കെ ഉണ്ടല്ലോ. 1, 2, 3, ചിലതിന് 5, 6 ഒക്കെ ടൈപ്പ് ഇങ്ങനെ കീറുന്നുണ്ട്. എന്നാലും ഇതിനൊക്കെ വില എന്ന് പറഞ്ഞാൽ 22-25 പൗണ്ട് എന്ന് വെച്ചാൽ 2500-3000 രൂപയൊക്കെയാണ്. എന്താ ചെയ്യുക അല്ലേ? ഈ ഫാഷൻ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ചില സമയത്ത്. നല്ല ചെറിയ ജീൻസ് അല്ലാതെ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജീൻസ് വേറെയുണ്ട്. എന്തായാലും അതിൻ്റെ സെക്ഷനാണിത്. ഇതും ഏകദേശം തന്നെ അത്രയൊക്കെ രൂപ വരും. നമുക്ക് സാധാരണ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നല്ല ജീൻസുകൾക്ക് ഒരല്പം വിലക്കുറവും ചെറിയ ജീൻസുകൾക്ക് ഒരല്പം വില കൂടുതലാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ആ സെയിം ട്രാമ്പിൽ തന്നെയാണ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ട്രാമ്പാണ് അവിടെ കിടക്കുന്നത്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഞാനിവിടെ എത്താൻ വേണ്ടി ഏകദേശം 8 സ്റ്റോപ്പ് സിറ്റി സെൻറ്ററിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഒരു യാത്രയിലെ എല്ലാ കാര്യം ഞാൻ നിങ്ങളോട്ട് പങ്കുവച്ചു. എനിക്ക് തോന്നുന്നു ഒരു വെറൈറ്റി കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും എനിക്കും ഒരു പുതിയ കാഴ്ച. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനൊരു ട്രാവൽ ചെയ്തിട്ടില്ല, ഈ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച തന്നെയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഇതിലും മനോഹരമായ കാഴ്ചകളുമായിട്ട് ഞാൻ പിന്നെയും വരും. അങ്ങനെ മറ്റൊരു കാഴ്ചയായിട്ട് വരാലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ. അതുവരേക്കും ഷോപ്പായി. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വാലങ്ങൾ.